ദെൻ നമുക്ക് ഫോസ്ഫീൻ്റെ യൂസസ് നോക്കാം. യൂസസ് ഓഫ് ഫോസ്ഫീൻ. ഒന്ന്, സ്പോണ്ടേനിയസ് കമ്പഷൻ ഓഫ് PH3 യൂസ്ഡ് ഇൻ ഹോംസ് സിഗ്നൽ. അത് PH3യെ സ്പോണ്ടേനിയസ് ആയിട്ട് ഫോസ്ഫീൻ കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഹോംസ് സിഗ്നൽസിന് ഉപയോഗിക്കുന്നു. ഹോംസ് സിഗ്നൽ. നോക്ക്, എന്താണ് ഹോംസ് സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് കണ്ടെയ്നേഴ്സ് കണ്ടെയ്നിങ് കാൽഷ്യം കാർബൈഡ് ഓർ കാൽഷ്യം ഫോസ്ഫൈഡ്. കാൽഷ്യം ഫോസ്ഫൈഡ് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളൊക്കെ ആർ പിയേഴ്സ്ഡ് ആൻഡ് ത്രോൺ ഇൻ ദ സീ when the gases are evolved, burned and serve as a signal. അപ്പോൾ PH3 കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ അതൊരു സിഗ്നലായിട്ട് അവിടെ ഫോം ചെയ്യുന്നു. ഒരു സിഗ്നൽ നമുക്കവിടെ കിട്ടുന്നു. അപ്പോൾ ഹോം സിഗ്നലിൽ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് എന്ത്? PH3. അതേപോലെ തന്നെ സ്മോക്ക് സ്ക്രീനിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫോസ്ഫീൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫോസ്ഫീൻ്റെ യൂസസ് ഓഫ് ഫോസ്ഫീൻ. എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? Spontaneous combustion of PH3 is used in Holmes signal. പിന്നെ ഇൻ സ്മോക്ക് സ്ക്രീനിലും ഫോസ്ഫീൻ ഉപയോഗിക്കുന്നു. ദെൻ നമുക്ക് ഫോസ്ഫീൻ കഴിഞ്ഞു. ഇനി ഫോസ്ഫറസിൻ്റെ അടുത്ത ചില കോമ്പൗണ്ടുകളെ പറ്റി നോക്കാം. ഫോസ്ഫറസിൻ്റെ പ്രധാനപ്പെട്ടൊരു കോമ്പൗണ്ടാണ് PCl3. നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. PCl3 അതായത് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്. PCl3ൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. PCl3 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് വൈറ്റ് ഫോസ്ഫറസിലൂടെ ഡ്രൈ ക്ലോറിൻ പാസ് ചെയ്യാം. ബൈ പാസിങ് ഡ്രൈ ക്ലോറിൻ ഓവർ ഹീറ്റഡ് വൈറ്റ് ഫോസ്ഫറസ്. അതായത് വൈറ്റ് ഫോസ്ഫറസ് P4 plus 6Cl2. P4 plus 6Cl2 gives എന്താ കിട്ടുക? 4PCl3. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. P4 plus 6Cl2 gives 4PCl3. അതേപോലെ തന്നെ തയോണൈൽ ക്ലോറൈഡും വൈറ്റ് ഫോസ്ഫറസും തമ്മിൽ റിയാക്ട് ചെയ്യുക. തയോണൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ SOCl2. അപ്പോൾ നമുക്ക് നോക്കാം. വൈറ്റ് ഫോസ്ഫറസ് P4 പ്ലസ് തയണൈൽ ക്ലോറൈഡ് SOCl2. അതിൻ്റെ 8 മോളിക്യൂൾ എടുക്കണം. ആ P4 പ്ലസ് 8 SOCl2 ഗീവ്സ് എന്താ കിട്ടുക? 4PCl3 പ്ലസ് 4SO2 plus 2S2Cl2. അത് by the action of thionyl chloride with white phosphorus. P4 plus 8 SOCl2 gives 4PCl3. Phosphorus trichloride, then sulfur dioxide, sulfur chloride. ഇതൊക്കെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 2 പ്രിപ്പറേഷൻ മെത്തേഡാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന്, ക്ലോറിൻ പാസ് ചെയ്യുക. ഏതിലൂടെ? വൈറ്റ് ഫോസ്ഫറസിലൂടെ. മറ്റൊന്ന് റിയാക്ഷൻ ഓഫ് തയണൈൽ ക്ലോറൈഡ് വിത്ത് വൈറ്റ് ഫോസ്ഫറസ്. ദെൻ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. PCl3യുടെ പ്രോപ്പർട്ടീസ്. ഇറ്റ് ഈസ് കളർലെസ് ഓയിലി ലിക്വിഡ്. പിന്നെ PCl3 ഹൈഡ്രോളൈസസ് ഇൻ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. അതായത് PCl3 ഹൈഡ്രോളിസിസ് നടക്കുക. PCl3 വാട്ടറുമായിട്ട് കൂടിച്ചേരുക. പ്ലസ് 3H2O. വാട്ടറുമായി കൂടിച്ചേർന്നാൽ നമുക്ക് എന്താ കിട്ടുക? H3PO3 എന്ന് പറഞ്ഞാൽ ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. പ്ലസ് HCl. പിന്നെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ആ PCl3 plus 3H2O gives H3PO3 plus 3HCl. അത് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തുണ്ടാവും? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ PCl3
അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാം. എന്താണ് പ്രോഡക്റ്റ് വരിക നോക്കാം. നമുക്ക് 3CH3COOH പ്ലസ് PCl3 gives എന്താ പ്രോഡക്റ്റ് വരിക നോക്ക്. ഇവിടുത്തെ ഇവിടുത്തെ OH മാറും. OH മാറിയിട്ട് പകരം ആര് വരും? ക്ലോറിൻ വരും. OH മാറിയിട്ട് ക്ലോറിൻ വരും. അപ്പോൾ എന്ത് കിട്ടും? 3CH3COCl പ്ലസ് H3PO3 3CH3COCl പ്ലസ് H3PO3 ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. സിമിലർലി അതേപോലെ തന്നെ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യാം. 3C2H5OH എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യാണ് ആര്? PCl3. എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ OH മാറിയിട്ട് പകരം Cl വരും. അപ്പോൾ 2C2H5Cl ഈഥൈൽ ക്ലോറൈഡ് പ്ലസ് ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി ഇതേ പ്രോഡക്റ്റിനുണ്ടാവും H3PO3. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? PCl3യുടെ കെമിക്കൽ റിയാക്ഷൻ ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാലും H3PO3 ആൽക്കഹോളുമായിട്ടും കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താലൊക്കെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവും? ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്, അതായത് H3PO3 ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. നമുക്ക് PCl3യുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. PCl3 നമുക്കറിയാം ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ 15 കോൺഫിഗറേഷൻ 285, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 5. അതിലത്തെ ഒരു ഇലക്ട്രോൺ ഒരു ക്ലോറിനിലേക്ക് വേണ്ടി ബോണ്ടിങ്ങിന് ഉപയോഗിക്കും. രണ്ടാമത്തെ ഇലക്ട്രോൺ ഇതിലേക്ക് ബോണ്ട് ചെയ്യാൻ ഉപയോഗിക്കും. തേർഡ് ഇലക്ട്രോൺ ഫോർ ദിസ് ക്ലോറിൻ. ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകളെയാണ് നമ്മൾ ലോൺ പെയർ ഇലക്ട്രോൺ എന്നാണ് വിളിക്കുക. അങ്ങനെ ആകുമ്പോൾ PCl3യുടെ കേസിൽ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ. ആ ഒരു ലോൺ പെയറാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. PCl3യുടെ സ്ട്രക്ചർ ഏതാണ്? പിരമിഡൽ ഷേപ്പ്. PCl3യുടെ സ്ട്രക്ചർ ഏതാണ്? പിരമിഡൽ ഷേപ്പ്. PCl3യുടെ സ്ട്രക്ചർ പിരമിഡൽ ഷേപ്പ്. അവിടെ ഫോസ്ഫറസിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ. ഫോസ്ഫറസ് ഈസ് ഇൻ sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ PCl3യുടെ സ്ട്രക്ചർ പിരമിഡൽ ഷേപ്പ്, അവിടെ ഫോസ്ഫറസിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ. PCl3യിൽ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ? ഒരു ലോൺ പെയറും 3 ബോണ്ട് പെയറുമാണ് PCl3യിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ അടുത്ത കോമ്പൗണ്ടാണ് ഫോസ്ഫറസിൻ്റെ അടുത്തൊരു കോമ്പൗണ്ട് PCl5, ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്. PCl5 ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്. അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വൈറ്റ് ഫോസ്ഫറസിലൂടെ ക്ലോറിൻ കടത്തിവിടാം. ഡ്രൈ ക്ലോറിൻ കടത്തിവിടാം. ഏതിലൂടെ? വൈറ്റ് ഫോസ്ഫറസിലൂടെ. ആ P4 പ്ലസ് 10Cl2 ഗീവ്സ് എന്താ കിട്ടുക? 4PCl5 ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അതേപോലെ തന്നെ വൈറ്റ് ഫോസ്ഫറസും തയണൈൽ ക്ലോറൈഡും തമ്മിൽ SO2Cl2മായിട്ട് റിയാക്ട് ചെയ്യുക. തയണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. എന്താണ് കിട്ടുക നോക്കുക. SOCl2മായിട്ട് റിയാക്ട് ചെയ്യുക. നോക്ക്, വൈറ്റ് ഫോസ്ഫറസ് P4 പ്ലസ് 10SOCl2. P4 പ്ലസ് 10SOCl2 gives 4PCl5 plus 10SO2. 4PCl5 plus 10SO2. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. PCl5 it is yellowish white powder. പിന്നെ PCl5ലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്താണ് പ്രോഡക്റ്റ് കിട്ടുക?
PCl5 പ്ലസ് H2O ഹൈഡ്രോളിസിസ് നടത്താം. H2Oയുമായിട്ട് റിയാക്ട് ചെയ്യുക. വി ഗെറ്റ് POCl3 പ്ലസ് 2HCl. PCl5 plus H2O gives POCl3 plus 2HCl. PCl5 plus H2O gives POCl3 plus 2HCl. ഇനി നമുക്ക് ഇവിടെ ഉണ്ടായ POCl3 ഫോസ്ഫറസ് ഓക്സി ക്ലോറൈഡ്, ഈ POCl3 എന്നുള്ളത് വീണ്ടും വാട്ടറുമായി കൂടിച്ചേർന്ന് പ്ലസ് 3H2O അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക H3PO4. H3PO4 എന്ന് പറഞ്ഞാൽ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡാണ്. H3PO4 പ്ലസ് 3HCl. H3PO4 പ്ലസ് 3HCl. അപ്പോൾ PCl5 വാട്ടറുമായി കൂടിച്ചേർന്ന് POCl3 എന്നുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഉണ്ടാവും. അതിലേക്ക് വീണ്ടും എക്സസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് H3PO4. ഓർത്തോ ഫോസ്ഫോറിക് ആസിഡാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. പിന്നെ അടുത്തൊരു റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ PCl5നെ നമ്മൾ ഹീറ്റ് ചെയ്യാം. PCl5നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? PCl3 പ്ലസ് Cl2. PCl5നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക PCl3 ആണ്. അതായത് PCl5 സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടും. അപ്പോൾ നമുക്കതിനെ ഒരു വൈറ്റ് പൗഡറാണ് നമ്മൾ പഠിച്ചു, സോളിഡ് സ്റ്റേറ്റാണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ PCl3 എന്നുള്ള ഗ്യാസ് സ്റ്റേറ്റിലേക്കാണ് മാറുക. അതായത് സബ്ലിമേഷനാണ് അവിടെ സംഭവിക്കുക. ആ PCl5 ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? PCl3 പ്ലസ് Cl2. പിന്നെ നമ്മൾ നേരത്തെ PCl3യുടെ കേസിൽ പഠിച്ച അതേ റിയാക്ഷൻ തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. അതായത് ആൽക്കഹോളുമായിട്ടും കാർബോക്സിലിക് ആസിഡുമായിട്ടൊക്കെ PCl5 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എത്തനോളുമായിട്ട് PCl5 ഒന്ന് റിയാക്ട് ചെയ്യാം. C2H5OH പ്ലസ് PCl5. C2H5OH പ്ലസ് PCl5 ഗീവ്സ്, അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ OH മാറിയിട്ട് ആര് കയറി വരും? ക്ലോറിൻ കയറി വരും. അപ്പോൾ C2H5Cl ഈഥൈൽ ക്ലോറൈഡ് പ്ലസ് POCl3 PO ഇതിലത്തെ 3 ക്ലോറിനും Cl3 പ്ലസ് ബാക്കി ആരാളുള്ളത്? HCl. POCl3 പ്ലസ് HCl. അതുപോലെ തന്നെ നമ്മൾ കാർബോക്സിലിക് ആസിഡുമായിട്ട് PCl5 ഒന്ന് റിയാക്ട് ചെയ്യാം. CH3COOH പ്ലസ് PCl5 gives CH3COCl. OHന് പകരം Cl കയറി വരെ അത്രയേ ഉള്ളൂ. CH3COCl പ്ലസ് POCl3 പ്ലസ് HCl. POCl3 പ്ലസ് HCl. അപ്പോൾ PCl5യുമായിട്ട് ആൽക്കഹോൾ റിയാക്ട് ചെയ്താലും കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്താലും അവിടെ ഒരു പ്രോഡക്റ്റ് ഏതാണ്? POCl3 നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് PCl5ൻ്റെ അടുത്ത റിയാക്ഷൻ നോക്കാം. ഇപ്പോൾ PCl5 വളരെ ഫൈൻലി ഡിവൈഡഡ് ആയിട്ടുള്ള മെറ്റൽസ് നന്നായിട്ട് പൊടിച്ച ലോഹങ്ങളുമായി കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലോറൈഡുകളാണ് ഫോം ചെയ്യുക. ഇപ്പോൾ സപ്പോസ് സിൽവർ മെറ്റൽ എടുക്കാം, 2Ag പ്ലസ് PCl5. 2Ag പ്ലസ് PCl5 gives എന്താ കിട്ടുക? ഈ മെറ്റലിൻ്റെ ക്ലോറൈഡ് കിട്ടുന്നു. അതായത് 2AgCl സിൽവർ ക്ലോറൈഡ് പ്ലസ് ബാക്കി ആരാളുള്ളത്? PCl3. 2AgCl പ്ലസ് PCl3. അതേപോലെ തന്നെ ടിന്നുമായിട്ട് PCl5 റിയാക്ട് ചെയ്യുക. ടിൻ SN ടിന്നുമായിട്ട് PCl5 റിയാക്ട് ചെയ്യുന്നു. എന്താണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ? SnCl4 പ്ലസ് PCl3 അത് നമ്മൾ സ്വാഭാവികമായിട്ടും ബാലൻസ് ചെയ്യേണ്ടി വരും. പ്ലസ് 2PCl3
tin plus 2PCl5 gives SnCl4 plus 2PCl3. ഓക്കെ, ഇനി നമുക്ക് PCl5ൻ്റെ സ്ട്രക്ചർ നോക്കാം. PCl5ൻ്റെ സ്ട്രക്ചർ നമ്മൾ വരക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. PCl5ൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് കിട്ടുക. PCl5 കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. ഈ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഈ ബോണ്ട് ആംഗിൾ, ഈ രണ്ട് ബോണ്ട് ആംഗിളും 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി. ബാക്കിയുള്ളത് ഏതിലാണ് വരിക? 120 ഡിഗ്രി. ആ PCl5ൻ്റെ സ്ട്രക്ചറിൽ 2 90 ഡിഗ്രി ഉണ്ടാവും, ബാക്കി 3 120 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ നമ്മൾ ഇതിൽ 2 ടൈപ്പ് ബോണ്ട് ഉണ്ട്. ഇങ്ങനെ കാണുന്ന ഇതിൻ്റെ പേര് ആക്സിയൽ ബോണ്ട്. പിന്നെ ഈ ബോണ്ടിൻ്റെ പേര് ഇക്വിറ്റോറിയൽ ബോണ്ട്. ഇത് ഇക്വിറ്റോറിയൽ ബോണ്ടും ഇതും മേലും താഴെയുള്ളത് ആക്സിയൽ ബോണ്ടും. അത് സ്വാഭാവികമായിട്ടും ഇവിടെയും ക്ലോറിൻ അടുത്തടുത്ത് ഒരേപോലത്തെ ആൾക്കാർ നിൽക്കുമ്പോൾ VSEPR തിയറി അനുസരിച്ച് നമുക്കറിയാം റിപ്പൾഷൻ കൂടും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ ആക്സിയൽ ബോണ്ട് കുറച്ച് നീട്ടി വരയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആക്സിയൽ ബോണ്ടിൻ്റെ ലെങ്ത് കൂടും. ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട്. ആക്സിയൽ ബോണ്ട് ലെങ്ത് കൂടുന്നത് കൊണ്ട് ലെങ്ത് കൂടും. ദിസ് ഈസ് ഡ്യൂ ടു റിപ്പൾഷൻ ഫ്രം ഇക്വിറ്റോറിയൽ ബോണ്ട് ഓൺ ആക്സിയൽ ബോണ്ട്. അപ്പോൾ ഈ ലെങ്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബോണ്ട് എന്ത് ചെയ്യാം? പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, വേഗത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. സോ PCl5 ഈസ് ഹൈലി റിയാക്റ്റീവ്. അതുകൊണ്ട് PCl5 എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. കാരണം PCl5ൽ 3 ഇക്വിറ്റോറിയൽ ബോണ്ട് ഉണ്ട്, 2 ആക്സിയൽ ബോണ്ട് ഉണ്ട്. ആക്സിയൽ ബോണ്ടിൻ്റെ ലെങ്ത്ത് ഇക്വിറ്റോറിയൽ ബോണ്ടിൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതലാണ്. കാരണം ഇവർ തമ്മിൽ റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ ആ റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഒന്ന് നീട്ടി വരക്കാറുള്ളത്. ആ ബോണ്ട് ലെങ്ത്ത് കൂടിയാൽ ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറയുമ്പോൾ ആ കോമ്പൗണ്ട് ബിക്കംസ് മോർ ആക്റ്റീവ്. അതുകൊണ്ട് PCl5 ഈസ് ഹൈലി റിയാക്റ്റീവ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, സോളിഡ് സ്റ്റേറ്റിൽ PCl5 ഒരു അയോണിക് സോളിഡ് ആയിട്ടാണ് കാണപ്പെടുക. അതിങ്ങനെയാണ്. PCl5 അയോണിക് സോളിഡ് ആവുന്നത് ഇങ്ങനെയാണ്. PCl4 പ്ലസും PCl6 മൈനസും ഇങ്ങനെയാണ് കാണപ്പെടുക. ഇൻ സോളിഡ് സ്റ്റേറ്റ് PCl5 എക്സിസ്റ്റ് ആസ് അയോണിക് സോളിഡ്, PCl4 പ്ലസ് ആൻഡ് PCl6 മൈനസ്. അപ്പോൾ ഈ കാറ്റയോൺ PCl4 പ്ലസ് എന്നുള്ള കാറ്റയോൺ അതിൻ്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്. അതിൻ്റെ സ്ട്രക്ചർ ഏതാ വരിക? ടെട്രാഹെഡ്രൽ. PCl4 പ്ലസ് എന്നുള്ള കാറ്റയോണിൻ്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ. PCl6 മൈനസ് എന്നുള്ള ആനയോണിൻ്റെ സ്ട്രക്ചർ ഒക്ടാഹെഡ്രൽ. PCl6 മൈനസ് എന്നുള്ള ആനയോണിൻ്റെ സ്ട്രക്ചർ ഒക്ടാഹെഡ്രൽ. PCl4 പ്ലസ് എന്നുള്ള കാറ്റയോണിൻ്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ. ഓക്കെ, ഇത്രയാണ് PCl5ൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഫോസ്ഫറസുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ടോപ്പിക്കിലാണ് നമ്മളുള്ളത്. ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡുകൾ, അത് ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡുകളെയാണ് നമ്മൾ ഓക്സോ ആസിഡുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് H3PO4. ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്, അതായത് H3PO4. നമ്മളിതിൻ്റെ സ്ട്രക്ചർ വരച്ചു പഠിക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
ഈ ഓക്സോ ആസിഡ് ഏത് വരക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുക ഫോസ്ഫറസും ഒരു ഡബിൾ ബോണ്ട് ഓക്സിജനും വരച്ചിടാം. പി ഡബിൾ ബോണ്ട് O. ഈ പിയും കഴിഞ്ഞു, ഒരു ഓയും കഴിഞ്ഞു. ഇനി ബാക്കി എന്താ ഉള്ളത്? 3 ഹൈഡ്രജനും ഉണ്ട്, 3 ഓക്സിജനും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? 3 OH ഉണ്ടാവും. 3 OH. ഇപ്പം നോക്ക്, H3PO4 ഇതിൻ്റെ പേരാണ് ഓർത്തോഫോസ്ഫോറിക് ആസിഡ്. H3PO4 ആണ് ഓർത്തോഫോസ്ഫോറിക് ആസിഡ്. ഇവിടെ എത്ര OH ഉണ്ട്? എത്ര OH ഉണ്ട് നോക്കണം. എത്ര OH ഉണ്ട്? 3 OH ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ട്രൈ ബേസിക് ആസിഡാണ്. 3 OH ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ബേസിസിറ്റി എത്രയാണ്? 3. ട്രൈ ബേസിക് ആസിഡാണ് ആര്? H3PO4. OHൻ്റെ അളവാണ് നമ്മൾ നോക്കുക. ഓക്കെ, അടുത്തൊരു കോമ്പൗണ്ട് നോക്കാം. ഓർത്തോഫോസ്ഫോറസ് ആസിഡ് H3PO3. ഓർത്തോഫോസ്ഫോറസ് ആസിഡ് H3PO3. ഓർത്തോഫോസ്ഫോറസ് ആസിഡ്. ഇതാണ് H3PO3. നമ്മൾ ആദ്യം വരക്കുമ്പോൾ എന്ത് ചെയ്യണം? പിയും ഒരു ഡബിൾ ബോണ്ട് ഓയും ആദ്യം വരച്ചു വെക്കാം. പി ഡബിൾ ബോണ്ട് O. ഇനി നോക്കാം എത്ര ഹൈഡ്രജനും എത്ര ഓക്സിജനും ബാക്കിയുണ്ട്? 3 ഹൈഡ്രജനും ഉണ്ട്, 2 ഓക്സിജനും ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജനും 2 ഓക്സിജനും കൂടെ എന്തുണ്ടാവും? 2 OH ഉണ്ടാവും. അപ്പോൾ ഒരു OH വരച്ചു, അടുത്ത OH വരച്ചു. ഇവിടേക്ക് എന്ത് ചെയ്യാം? H മാത്രം കൊടുക്കാം. ഇവിടെ നമുക്ക് H മാത്രം കൊടുത്തു. ഇവിടെ OH, ഇവിടെ OH. അപ്പോൾ H3PO3 അതാണ് ഓർത്തോഫോസ്ഫോറസ് ആസിഡ്. അപ്പോൾ ഇനി ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് എങ്ങനെ വരയ്ക്കുക? ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ H3PO2 എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് H3PO2 വരക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നോക്കാം. H3PO2 എങ്ങനെ വരക്കാം? ആദ്യം ഒരു P ഡബിൾ ബോണ്ട് O വരക്കുക. PO. H3PO2. അപ്പോൾ ഇനി ഇവിടെ ഒരു ഓക്സിജനും 3 ഹൈഡ്രജനും ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ഓക്സിജനും ഒരു ഹൈഡ്രജനും കൂടെ എന്താവും? ഒരു OH ആവും. ബാക്കി 2 ഹൈഡ്രജൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ കാണിക്കുകയും ചെയ്യും. ഇതാണ് H3PO2 ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് OHൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ബേസിസിറ്റി കൂടും. ഇവിടെ ഒരു OH ആണുള്ളത്, അതുകൊണ്ട് ഇത് മോണോ ബേസിക് ആസിഡാണ്. 2 OH വന്നാലോ ഡൈ ബേസിക് ആസിഡ്. 3 OH വന്നാൽ ട്രൈ ബേസിക് ആസിഡ്. ഇനി ഹൈഡ്രജൻ്റെ അളവ് കൂടിയാൽ അല്ലേ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ തീരല്ല, ഇവിടെ 2 ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ എണ്ണം കൂടുക, അതായത് PH എന്നുള്ള ബോണ്ട് കൂടുക. PH എന്നുള്ള ബോണ്ട് കൂടിക്കഴിഞ്ഞാൽ റെഡ്യൂസിങ് കപ്പാസിറ്റി കൂടുന്നു. അപ്പോൾ PH, കാരണം ആ ബോണ്ട് എന്തല്ല, അയണൈസബിൾ അല്ല. അപ്പോൾ PH എന്നുള്ള ബോണ്ടിൻ്റെ എണ്ണം കൂടിയാൽ റെഡ്യൂസിങ് നാച്ചർ കൂടുന്നു. OHൻ്റെ എണ്ണം കൂടിയാലോ അതിൻ്റെ ബേസിക് ക്യാരക്ടർ, ബേസിസിറ്റി ഓഫ് ദാറ്റ് ആസിഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓക്സോ ആസിഡുകളുണ്ട്. അടുത്തതാണ് പൈറോഫോസ്ഫോറിക് ആസിഡ്. പൈറോഫോസ്ഫോറിക് ആസിഡ്. പൈറോഫോസ്ഫോറിക് ആസിഡ് H4P2O7. H4P2O7. അപ്പോൾ ഇവിടെ നോക്ക് എത്ര ഫോസ്ഫറസ് ഉണ്ട്? ഇവിടെ 2 ഫോസ്ഫറസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫോസ്ഫറസ് ഇവിടെ വരച്ചു, അടുത്തൊരു ഫോസ്ഫറസും വരച്ചു. എന്നിട്ട് 2 ഫോസ്ഫറസിൻ്റെ മേലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോണ്ട് ഓക്സിജൻ കൊടുക്കാം. P ഡബിൾ ബോണ്ട് O, P ഡബിൾ ബോണ്ട് O. ഇനി ഇവിടെ എത്ര ഓക്സിജൻ ബാക്കിയുണ്ട്? 5 ഓക്സിജനും 4 ഹൈഡ്രജനും.
അപ്പോൾ 4 ഹൈഡ്രജനും 4 ഓക്സിജനും കൂടെ എന്തുണ്ടാവും? 4 OH ഉണ്ടാക്കാൻ പറ്റും. 4 OH ഉണ്ടാക്കാം. 2 OH ഇതിൽക്ക് കൊടുക്കണം, 2 OH അതിൽക്കും കൊടുക്കണം. അപ്പോൾ ഇതൊരു OH, ഇതൊരു OH. ഇവിടെ അതേപോലെ ഒരു OH ഇങ്ങോട്ട് കൊടുക്കുക, ഒരു OH ഇങ്ങോട്ട് കൊടുക്കുക. ഇനിയും എന്തുണ്ട്? ഒരു ഓക്സിജൻ ബാക്കി ഉണ്ടാവും. ആ ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യുക? POP എന്നുള്ള ഒരു ബോണ്ടായിട്ട്, ഒരു ബ്രിഡ്ജായിട്ട് കാണിക്കാം. POP എന്നുള്ള ഒരു ബ്രിഡ്ജായിട്ട് കാണിക്കാം. ഇതാണ് പൈറോഫോസ്ഫോറിക് ആസിഡ്, H4P2O7, H4P2O7. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി കുറച്ച് ഓക്സാസിഡുകളും കൂടെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളതൊന്ന് നോക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇൻ ദ ഓക്സാസിഡ്സ് ഇൻ വിച്ച് ഫോസ്ഫറസ്, ഈ ഓക്സാസിഡുകളിൽ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ലെസ് ദാൻ 5 ആണെങ്കിൽ, ഓക്സിഡേഷൻ നമ്പർ ലെസ് ദാൻ 5 ഉള്ളതിൽ ഇറ്റ് കണ്ടെയ്ൻ എയ്തർ PP or PH ബോണ്ട് along with PO and POH ബോണ്ട്. അല്ല, POയും POHും എല്ലാവർക്കും ഉണ്ടാവും. അതോടുകൂടെ തന്നെ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +5 താഴെയാണെങ്കിൽ അവിടെ എന്തുണ്ടാകാം? PH ബോണ്ട്, PH നമ്മൾ നേരത്തെ വരച്ചിരുന്നു. അതേപോലെ PP ബോണ്ട്, PP ബോണ്ടും PH ബോണ്ടും പ്രസൻ്റ് ആകാം. PP ബോണ്ട് H4P2O6 എന്നുള്ള കോമ്പൗണ്ടിലുണ്ട്, നമ്മൾ വരച്ച് നോക്കണം. PH ബോണ്ട് H3PO2 നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ പറയുന്നത്രേ ഉള്ളൂ, oxacids in which phosphorus has oxidation state less than +5, oxidation state +5 താഴെയാണെങ്കിൽ it contain either PP or PH bond along with P double bond O and POH bonds. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മൾ നൈട്രജൻ ഫാമിലി 15th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഉള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സാമിന് നല്ലൊരു മെജോറിറ്റി ക്വസ്റ്റ്യൻസും വരുന്ന ഏരിയയാണ് 15th ഗ്രൂപ്പ് എലമെൻറ്റ്. അപ്പോൾ ഓക്കെ, നന്നായിട്ട് പഠിക്കണം. എല്ലാ തിയറികളും നമ്മൾ ആൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു വിശ്വാസം. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വായിക്കുന്നതോട് കൂടെ തന്നെ NCERT ബുക്കും കൂടെ നിങ്ങൾ കൂടുതലായിട്ട് വായിക്കണം. ഓക്കെ.